തീർത്തും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലും കേരളത്തിലെ സാംസ്കാരിക മൂല്യങ്ങൾക്കാകെ ഒരു ഇടിവ് സംഭവിക്കുന്ന തരത്തിലുള്ളൊരു വലിയ ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തയാണ് കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ളത്. താമരശ്ശേരിയിൽ ഒരു സ്വകാര്യ ട്യൂഷൻ സെൻറ്ററിൽ വിദ്യാർത്ഥികൾ അവരുടെ സെൻഡ് ഓഫ് പരിപാടികൾക്കിടെ ഉണ്ടായ ഒരു നിസ്സാരമായ വാക്ക് തർക്കം, അതിനെ തുടർന്ന് സംഘം ചേർന്ന് ഇരുവിഭാഗമായി ഏറ്റുമുട്ടുകയും അതിലൊരാൾക്ക് ഇൻറ്റേർണൽ ആന്തരികമായി പരിക്കുപറ്റുകയും ഇൻറ്റേർണൽ ഹെമറേജ് ഉൾപ്പെടെ സംഭവിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി ഒരു വിദ്യാർത്ഥി 10ാം ക്ലാസ്സുകാരൻ മരണപ്പെടുകയാണ്. തുടർന്ന് അങ്ങോട്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. ഒരു വിദ്യാർത്ഥി മരണപ്പെടുമെന്ന അവസ്ഥയുണ്ടായപ്പോഴും തങ്ങൾ പിടിക്കപ്പെടില്ല എന്നും ഇത് അത്രത്തോളം അവരാണല്ലോ തുടങ്ങിയിട്ടത്, ആ നിലയിൽ ഒരു ഘട്ടത്തിൽ പോലും അതിൽ കുറ്റബോധം പോയിട്ട് അതിനെക്കുറിച്ചൊരു പുനർചിന്തനം പോലും ഇല്ലാത്ത ഒരു തലമുറ ഈ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ ആശങ്ക ജനിപ്പിക്കുന്നു. SFI എന്ന നിലയിൽ ഞങ്ങൾ ആവർത്തിച്ച് പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ള കോടതികൾ, ഇവിടെയുള്ള വലത് ബുദ്ധിജീവികൾ കേരളത്തിലെ സ്കൂൾ ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ നിലയിൽ ഇടപെടുന്ന ഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ ആവർത്തിച്ച് പറയാറുണ്ട്, ജനാധിപത്യക്കുറവ്, ഇല്ലാത്തൊരു തലമുറയുണ്ടാവുക, അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യമായ ബോധ്യക്കുറവുണ്ടാവുക, ഇവയ്ക്കൊക്കെ കാരണമാകുന്ന ഒന്നായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന നിരോധനം മാറും എന്ന് ആ ഘട്ടത്തിൽ തന്നെ SFI പല ഘട്ടങ്ങളിലായി പറഞ്ഞിരുന്നു. എന്നാൽ അതിനൊന്നും പല ഘട്ടത്തിലും ഈ പറഞ്ഞ ആളുകളൊന്നും മുഖവിലക്കെടുത്തിട്ടില്ല. കോടതി നിരോധനത്തെ മുൻനിർത്തി വലിയ നിലയിൽ SFIയെ ക്യാമ്പസുകളിൽ നിന്ന്, വിദ്യാർത്ഥി സംഘടനകളെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കി. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇതൊരു വലിയ വിപത്താണ്. ഈ നിലയിൽ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഒരു ഘട്ടത്തിലും ഞങ്ങൾ അനുവദിക്കില്ല. ആ നിലയിൽ ക്യാമ്പസുകൾ, സ്കൂളുകളിൽ പ്രത്യേകിച്ച് ബോധപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടാകും. അതിന് ഇന്നുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം ഈ ഗ്യാങ്ങിസം, അരാജക മയക്കുമരുന്ന് മാഫിയകളുടെ ഇടപെടൽ, അതോടൊപ്പം വയലൻസിനെ നോർമലൈസ് ചെയ്യപ്പെടുന്ന, അതിനെ സ്വാധൂകരിക്കപ്പെടുന്ന ഒരു നിലയുമുണ്ട്. അതിന് കേരളത്തിൽ ഇന്ന് ഇറങ്ങുന്ന സിനിമകൾക്ക് പങ്കുണ്ട്. സാംസ്കാരിക മേഖലയിൽ വലിയ ഉന്നമനം സൃഷ്ടിച്ചിട്ടുള്ള ഒരു മേഖലയാണ് നമ്മുടെ നാട്ടിലെ സിനിമകളൊക്കെ. പക്ഷേ അവിടെയാണ് വയലൻസിനെ നോർമലൈസ് ചെയ്തുകൊണ്ട് ആരെയും ഏത് ഘട്ടത്തിലും അപായപ്പെടുത്തുന്നതെല്ലാം സാധൂകരിക്കാൻ കഴിയുന്നതാണ് എന്ന തരത്തിലേക്ക് ഒരു വലിയ മെസ്സേജുകൾ സിനിമകളിൽ നിന്ന് പോകുന്നത്. ഇതുൾപ്പെടെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ കേരളം പോലുള്ളൊരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രവണത ഉണ്ടാകുന്നത് തീർത്തും അനഭിലഷണീയമാണ്. ആ നിലയിൽ താമരശ്ശേരിയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കൃത്യമായി അതിലുണ്ടാകുന്ന ഒരു സാമൂഹ്യ വിപത്തിനെ കണ്ടുകൊണ്ട് അതിൽ അഡ്രസ്സ് ചെയ്തു പോകണം എന്നുള്ളതാണ് SFI കാണുന്നത്. SFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റി അതിൻ്റെ ഭാഗമായി തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. ഈ തിങ്കളാഴ്ച കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും, മുഴുവൻ യൂണിറ്റുകളിലും SFI ലഹരി വിരുദ്ധ ശൃംഖലയും അതിനെ തുടർന്നുള്ള പ്രതിജ്ഞയും മുഴുവൻ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കും. അതിനെ തുടർന്ന് വ്യാപകമായ തുടർ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കും. വിദ്യാർത്ഥികളെ സാമൂഹ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി, സാമൂഹ്യ ഇടങ്ങൾ കാത്തുരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളെ കളിയിടങ്ങളിലേക്ക് കൊണ്ടുവന്ന ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ഈ മധ്യവേനൽ അവധിക്കാലത്ത് ഞങ്ങൾ സംഘടിപ്പിക്കും. അടുത്ത അക്കാദമിക് ഇയറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇടപെടൽ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തും.